ഹോണോലുലുവിൽ 2 മാസത്തെ സെമിനാർ, വേൾഡ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസികളുടെ കോൺഫറൻസ്, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഞാൻ മാത്രം. ഓക്കെ, ഞാൻ വന്നിട്ട് കാണാം. ബൈ. ആനന്ദ. ഞാൻ റെഡി ബോസ്. നീ എവിടേക്കാ? ഹോണോലുലുവിലേക്ക്. ഇത് കണ്ടോ ബോസ്, മാസങ്ങളോളം ഞാൻ ഉറക്കമൊഴിച്ച് റിസർച്ച് നടത്തി കണ്ടുപിടിച്ച പ്രബന്ധമാ. CIDയും ഹൈടെക് തന്ത്രങ്ങളും. ഇത് അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ CIDമാരുടെയും ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. വെറൈറ്റി കൊലപാതകങ്ങൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള പീഡനങ്ങൾ, വിദഗ്ധമായ മാൻ മിസ്സിങ്ങുകൾ എന്നു വേണ്ട എല്ലാ ക്രൈമുകളും ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതിനകത്തുണ്ട്. ഈ പ്രബന്ധം അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇതിന്റെ വേൾഡ് സാറ്റലൈറ്റും ഇന്ത്യൻ റൈറ്റും എനിക്ക് സ്വന്തം. അല്ല, ബോസിന് സ്വന്തം. അപ്പുകുട്ടൻ എവിടെ? അയ്യേ, അവനെ കൊണ്ടുപോണ്ട ബോസ്. അവൻ നല്ലൊരു CID ആകാൻ വേണ്ടി ഞാൻ പറഞ്ഞു കൊടുത്ത കുറെ ഗ്രന്ഥങ്ങളും ബുക്കുകളും റെഫർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചു തരാൻ കുറെ ടൈം എടുക്കും. അങ്ങനെ ആ ബിജുവിന്റെ ജഡം രാത്രി തന്നെ കരുക്കടത്തു തിരിച്ചറിഞ്ഞു. ചത്ത് ജഡമായാലും ഓവനൊന്നും കരുക്ക് മോഷണം നിർത്തില്ല. അതല്ലല്ലോ, ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിക്കാം. ബിജുവിന്റെ ജഡം കരയ്ക്കടുത്തു തിരിച്ചറിഞ്ഞു. വേറെ നോക്കാം. അതിലെ പോലെ തന്നെ ഇതിലും. ഇനി ഇതുപോലുള്ള വലിയ വലിയ ഗ്രന്ഥങ്ങൾ സംഘടിപ്പിച്ചില്ലെങ്കിൽ എന്റെ CID ജീവിതം വഴിമുട്ടിപ്പോകും. ഈ ബുക്ക് കൊള്ളാലോ, കരയും അല്ല കരയും. ഇത് വായിക്കാം. വേണ്ട, ഇത് വായിച്ചാ പിന്നെ കുടുംബത്ത് കേട്ടില്ല. സമ്മതിക്കത്തില്ല. ഈ ഗ്രന്ഥങ്ങളിലെ ഫോട്ടോസ് മാത്രമേ കണ്ടുള്ളൂ. ഇതൊന്ന് വായിച്ചെടുക്കാൻ സമ്മതിക്കത്തില്ല. ഈ ബോസിന്റെ ഒരു കാര്യം. അത് ശരി, നിങ്ങൾ റെഡിയായോ? സോറി ബോസ്, ഞാൻ റെഡി ആയിട്ട് ഇപ്പൊ വരാം. എവിടെ പോവാനാ? ഹോണോലുലുവിലേക്ക്. നീ വരുന്നില്ല എന്നാര് പറഞ്ഞു? ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. എന്നെ കൂടെ കൊണ്ടുപോടെ പ്ലീസ്. ഇടേ, ഒരു CIDക്ക് ആദ്യം വേണ്ടത് പങ്ക്ച്വാലിറ്റിയാണ്. അത് നിനക്ക്. അയ്യോ, അത് എന്റെ കയ്യിൽ ഒരുപാടെണ്ണം ഉണ്ട്. അല്ല, അത് പോരാ. അതുകൊണ്ട് ഞാനും ബോസൂടെ പോയിച്ചു വരാം. നീ ആ ബുക്കുകളൊക്കെ ഒന്ന് റെഫർ ചെയ്തോണ്ടിരി. ഇനി ആ ബുക്കുകൾ ഞാൻ റെഫർ ചെയ്തോണ്ടിരുന്ന എന്റെ കൺട്രോള് പോകും. പുതിയത് തരാം. എന്നെ കൊല്ലാനാണ് നിന്റെ പരിപാടി. ഒരു CID ഇങ്ങനെ മുളയിലേ നുള്ളിക്കളയരുത്. എന്റെ ഇങ്ങനെ കുരുത്ത് വരുന്നേ ഉള്ളൂ. എന്നെ കൂടെ കൊണ്ടുപോകണം ബോസ്. നമ്മളെല്ലാവരും പോകുന്നു. ഞാൻ ഹോണോലുലുവിലേക്കും നിങ്ങൾ നാട്ടിലേക്കും. നാട്ടിലേക്കോ? യെസ്, നിങ്ങൾ നാട്ടിലേക്ക് പോകുമല്ലേ? ഇതിരിക്കട്ടെ. ഇതാ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്താ? ഇപ്പൊ ഞാൻ തരുന്നത് ശമ്പളമില്ലാത്ത ലീവാ. ഞാൻ ഇന്ത്യയിൽ വരുമ്പോ നിങ്ങളെ വിളിക്കാം. അപ്പൊ ഇങ്ങോട്ട് വന്നാ മതി. ബോസ്, ഇത് വെറും 1000 രൂപയേ ഉള്ളൂ. ബോംബെ നിന്ന് കൊച്ചിക്ക് 2 പേർക്ക് ടിക്കറ്റ് ചാർജ് 950 രൂപയല്ലേ ഉള്ളൂ. അപ്പൊ അതിൽ 50 രൂപ ബാലൻസ് ഉണ്ട്. 2 ദിവസത്തെ യാത്രയല്ലേ, ചെലവിനിരിക്കട്ടെ. യു ഡോണ്ട് വറി. നിന്റെ പ്രബന്ധം ഞാൻ എന്റെ പേരിൽ അവിടെ സബ്മിറ്റ് ചെയ്ത് അതിന്റെ പേരിലുള്ള പാറ്റന്റ് ഞാൻ എന്റെ പേരിൽ മേടിച്ചോളാം. ധൈര്യമായിട്ടിരിക്കേ. അയാള് പറഞ്ഞത് കേട്ടില്ലേ, ധൈര്യമായിട്ടിരിക്കാൻ. പിന്നെ എന്തിനു നിൽക്കുന്നത്? അവിടെ എങ്ങനെ ഇരിയടേ. ഒബാമ, ബിൽ ക്ലിന്റൺ, ജെയിംസ് ബോണ്ട് അയാളുടെ അമ്മമ്മയുടെ 4 കൂടെ ഇന്നേരെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കള്ളൻ, നാട്ടുകാരെ പറ്റിക്കാനുള്ള ഉടായ്പ്. ഇതെല്ലാം വെട്ടി ഒട്ടിച്ചത് ഞാനാ. എന്നിട്ട് അവസാനം അയാൾ എനിക്ക് തന്നെ പണി എന്നിട്ട് പോയി. എടാ, ദൈവം എന്ന് പറയുന്ന ഒരാൾ തലയ്ക്ക് മുകളിലുണ്ട്. നീ എന്നെ വെട്ടി, ബോസ് നിന്നെ തട്ടി. ഞാൻ നിന്നോട് ക്ഷമിച്ചു. പിന്നൊരു കാര്യം, ഞാനൊരു പുതിയ പ്രബന്ധം തയ്യാറാക്കുന്നുണ്ട്. CIDകൾക്ക് വേണ്ടാത്ത ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന്. ചതി, വഞ്ചന, വലിപ്പീര് എക്സെട്ര വേറൊന്നും കൂടെ ബോസ് പറഞ്ഞിട്ടുണ്ട്. നാട്ടിലോട്ട് വിട്ടോളാൻ. തൽക്കാലം നമ്മൾ ഇവിടുന്ന് പോകുന്നില്ല. ഹലോ, ആരാ? ബോസ് ഇവിടെ ഇല്ല. ആരുടേത്? ഏതോ ഒരു പ്രഭാകരവർമ്മ. ഇവിടെ മനുഷ്യൻ തീ നിന്നോണ്ടിരിക്കുമ്പോഴാ. അതേത് പ്രഭാകരവർമ്മ? ഹലോ, ബോസ് ഉണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കൂ. ശരി. യെസ്, ബോസ് സ്പീക്കിംഗ്. കൊട്ടാരത്തിൽ നിന്നും ഗേൾ മിസ്സിംഗ്. ഒരു മിനിറ്റ്, ഞാൻ എൻ്റെ കൂളിംഗ് ഗ്ലാസ് ഒന്ന് മാറ്റിക്കോട്ടെ. പറയൂ. ബൈ ദ ബൈ, ഞാൻ ഈ കേസ് ഏറ്റെടുക്കാം. മിനിമം 1 lakh അഡ്വാൻസ്. ഓക്കെ.
നമ്മൾ തമ്മിലുള്ള ഫസ്റ്റ് ഡീലിംഗ് ആയതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ്. 75,000 ഡൺ ഡൺ. പിന്നെ കേസ് ഏറ്റെടുത്ത ശേഷം കേസിന്റെ ഗൗരവമനുസരിച്ച് 2 ലക്ഷം, ചിലപ്പോൾ 5 ലക്ഷം വരെ ആകാം. എന്താ, സമ്മതമാണോ? ഓക്കെ 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 ഗുഡ്. അനന്ത, ബോസ് പോയില്ലായിരുന്നല്ലേ? ഞാനില്ലാതെ ബോസ് പോവില്ലെന്ന് എനിക്കറിയായിരുന്നു. 100 ആയുസാ. ഞാനും അപ്പക്കുട്ടനും ബോസിന്റെ മഹത്വത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങ് എത്ര വലിയ മഹാനാണ്. എന്നിട്ട് നീ പറഞ്ഞോ ഈ മഹാന്മാരുടെ ഫോട്ടോസ് എല്ലാം ഞാൻ വെട്ടി ഒട്ടിച്ചതാണെന്ന്? അത് ഞാനല്ല, അപ്പക്കുട്ടനാ, അവനാ പറഞ്ഞത്. എടാ പട്ടി, ചത്താലും നിന്റെ തെണ്ടിത്തരം വിട്ടുപോകില്ലല്ലേ? എനിക്കറിയായിരുന്നു നീയാണെന്ന്. ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഞാനത് ഊരി വെക്കാൻ കാത്തിരുന്ന് നീ അതെടുത്തിട്ട് മിമിക്രി കാണിക്കാനല്ലേ? കോളടിച്ചളിയാ, കോളടിച്ച്. നമുക്ക് അടിച്ചു പൊളിക്കാൻ കേരളത്തിലേക്ക് ഒരു ഹോളിഡേ ട്രിപ്പ്. നിനക്കെന്താ വട്ട് പിടിച്ച? അല്ല പിന്നെ ട്രിപ്പ് പോവാൻ നിന്റെ അച്ഛനോട് ഇരിക്കുന്നത്. എടാ ഒരു കോളത്തു. ഗേൾ മിസ്സിംഗ്. ഈശ്വരൻ നമ്മുടെ കൂടെയാ. ബോസ് നമ്മളെ ചതിച്ചു, അതേ നാണയത്തിൽ തന്നെ ബോസിനെ നമ്മൾ ചതിക്കുന്നു. എടാ ഇത് ചീറ്റിംഗ് കേസാ. ഊണങ്ങ് അകത്തായി പോവും. നീ എന്താ വിചാരിച്ചത്? എടാ ഈ CID അന്വേഷണം എന്നൊക്കെ പറഞ്ഞ ഈ ഇക്കിളി മാസിക വായിക്കുന്ന പോലെ ആണോ? ഈ തട്ടിപ്പിന് ഞാനില്ല. ഞാൻ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞ. എടാ ഇതൊരു ഗേൾ മിസ്സിംഗ് ആണ്, തട്ടിക്കൊണ്ടുപോയതൊന്നും അല്ല. വലിയ വീട്ടിൽ തിന്നുകൊടുത്ത പെമ്പിള്ളാർക്ക് പാവപ്പെട്ട വീട്ടിലെ പയ്യന്മാരെ കാണുമ്പോഴുള്ള ഒരു സൂക്കേട്. അത് മാറുമ്പോ അവള് താനേ തിരിച്ചു വരും. ഇനി അഥവാ പെണ്ണിന് പ്രേമം തലയ്ക്ക് പിടിച്ചാൽ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരും അവകാശം ചോദിക്കാൻ. ഇനി അതുമല്ലെങ്കിൽ നാട്ടിൽ എത്രയോ കുറ്റാന്വേഷണ മാസികളുണ്ട്. അവരെ വിളിച്ചു പറഞ്ഞാൽ വിത്തിൻ സെക്കൻഡ് നമുക്ക് മാസിക വായിക്കുകയും ചെയ്യാം, പുല്ല് പോലെ കണ്ടുപിടിക്കുകയും ചെയ്യാം. എടേ അതുവരെ അന്വേഷണം എന്ന് പറഞ്ഞ് നമുക്ക് അടിച്ചു പൊളിക്കാം. എന്തു ഓക്കെ അല്ലേ? കേരളത്തിലെ വലിയൊരു മണി ട്രീ ആണ്. വളരെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു നിമിഷവും. ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവാണ്. കുടുംബാംഗങ്ങളായിട്ട് ആരോടെങ്കിലും ആലോചിക്കാനുണ്ട്. Is it deal or no deal? Deal എന്ന് പറ. Deal.